മനുഷ്യർക്കിടയിൽ മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ജൂതനോട് വെറുപ്പ്, ക്രിസ്ത്യാനിയോട് വെറുപ്പ്, ഹിന്ദുവിനോട് വെറുപ്പ്, മതമില്ലാത്തവരോട് വെറുപ്പ്, ബൗദ്ധരോട് വെറുപ്പ്, ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ്. ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ? ഇസ്ലാം തീവ്രമായ വിദ്വേഷം വെച്ച് പുലർത്തുന്ന മതമാണ്, തീവ്രമായ വെറുപ്പ് വെച്ച് പുലർത്തുന്ന മതമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരുപാട് മതങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഓരോ മതങ്ങളും ഓരോ പ്രത്യയ ശാസ്ത്രങ്ങളും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസകർമ്മങ്ങളും മുറുകെ പിടിക്കുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ, ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്നുള്ളത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. ഹിന്ദുയിസം ആണെങ്കിൽ ലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ അവിടെ ത്രികേയത്വമാണ്. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് ഓരോ മതങ്ങളെയും പരസ്പരം കൂട്ടിയിണക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഒരു സോഷ്യലിസ്റ്റിനോട് ക്യാപിറ്റലിസ്റ്റിന്റെ ആശയങ്ങളെ നിങ്ങൾ അനുകൂലിക്കണം എന്ന് പറയുന്ന പോലെയുള്ള ഒരു വിരോധാഭാസമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതേ ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റുള്ള ഒരുപാട് മാനുഷിക മൂല്യങ്ങളുണ്ട്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ, നിങ്ങൾ ശപിക്കരുതേ എന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ, ഒരു മനുഷ്യനെയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ ചേർക്കരുതേ, അവർക്ക് അവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ജൂതനായ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം ചുമന്നു കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യന്റെ ശരീരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമമായ മാതൃക നമുക്ക് മുമ്പിലുണ്ട്. ജൂതനായ ഒരു ബാലൻ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ആ ബാലനെ ചെന്ന് കാണുകയും അവന്റെ സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഹദീസ് ഗണങ്ങളും ഒരുപാട് ചരിത്ര വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണ് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.